ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും കൊണ്ട് സ്മാർട്ട് ഫോൺ യൂസേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡ് തന്നെയാണ് ഷവോമി. ഷവോമിയെ മറ്റ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് റേഞ്ച് തന്നെയാണ്. ചെറിയ പ്രൈസ് റേഞ്ചിൽ പ്രീമിയം പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ടാണ് ഷവോമി എന്ന ബ്രാൻഡ് ശ്രദ്ധ നേടിയത്. ഷവോമിയുടെ ഏറ്റവും പുതിയ 2 ഫോൺസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഷവോമി MI CC9 ആൻഡ് MI CC9E. ഈ 2 ഫോൺസും CC സീരീസിൽ വരുന്ന ഈ 2 ഫോൺസും ചൈനയിലാണ് അവതരിപ്പിച്ചത്. മികച്ച ഫീച്ചേഴ്സും വിലക്കുറവും സ്മാർട്ട് ഫോൺ യൂസേഴ്സിൻ്റെ ഇടയിൽ CC സീരീസിൽ വരുന്ന ഫോണുകളെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പലരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ CC കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ CCയുടെ ഫുൾ ഫോം എന്താണെന്ന്. ക്യാമറ പ്ലസ് ക്യാമറ എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാമറ ഹൈലൈറ്റ് ചെയ്ത് പുറത്തിറക്കിയ ഫോണാണെന്ന് പറയാം. ഈ ഒരു സീരീസിൽ CC9 എന്ന മോഡലും CC9E എന്ന മോഡലുമാണ് ആദ്യം ലോഞ്ച് ചെയ്തത്. ഇന്ത്യൻ വിപണിയിൽ CC9 എന്ന മോഡൽ ഓഗസ്റ്റ് 28-നും CC9E എന്ന മോഡൽ ഓഗസ്റ്റ് 29-നും ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. MI CC9ന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.3 ഇഞ്ചസ് സൂപ്പർ AMOLED ആണ്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 9 Pie ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കോൾകോം സ്നാപ്ഡ്രാഗൺ 710 ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. അഡ്രീനോ 616 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അപ് ടു 256 GB. 6GB RAM 64 GBയും 6GB RAM 128 GBയുമാണ് സ്റ്റോറേജ് വരുന്നത്. ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ്. 48 മെഗാപിക്സൽ വൈഡ് ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സൽ. ടൈപ്പ് C കേബിളാണ് വരുന്നത്. 4030 mAh ബാറ്ററി കപ്പാസിറ്റിയും ഉണ്ട്. 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടീവ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6GB 64-ന് ഏകദേശം 18,000 റുപ്പീസും 6GB 128GBക്ക് ഏകദേശം 20,000 റുപ്പീസുമായിരിക്കും. ഇനി MI CC9Eയുടെ സ്പെസിഫിക്കേഷൻസ് പറയാം. 6.01 ഇഞ്ചസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 9 Pie ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കോൾകോം സ്നാപ്ഡ്രാഗൺ 665 ആണ് പ്രോസസ്സർ വരുന്നത്. ഇതും ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. അഡ്രീനോ 610 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അപ് ടു 256 GB. 6GB RAM 128 GBയും 4GB RAM 64 GBയും 6GB RAM 64 GBയുമാണ് സ്റ്റോറേജ് വരുന്നത്. ബാക്ക് ക്യാമറ വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. 48 മെഗാപിക്സലിൻ്റെ വൈഡ് ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സൽ. ടൈപ്പ് C കേബിളാണ് ഇതിനും വരുന്നത്. 4030 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടീവ് ആണ്. ഇതിനൊരു എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് 13,000 റുപ്പീസാണ്. കൂടിയ മോഡലിന് 60,000 റുപ്പീസും വരെ ആകാം. CC സീരീസിലുള്ള ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൽ നമുക്ക് സ്കിൻ ബ്യൂട്ടിഫിക്കേഷൻ നടത്താം. കൂടാതെ ആപ്പിളിൻ്റെ മെമോജിയും സാംസങ് AR ഇമോജിയെ പോലെയുള്ള മെമോജിയും അവതരിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഓഗ്മെന്റ് റിയാലിറ്റി ഇമോജിയാണ് ഇവയെല്ലാം. നിങ്ങളുടെ മുഖം സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഇമോജികൾ നിർമ്മിക്കാനാകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ മുഖത്തിൻ്റെ ഭാവവും അതുപോലെ തലയുടെ അനക്കവും ഒക്കെ നോക്കിയാണ് ഇമോജികൾ ഉണ്ടാക്കുന്നത്. ഇത്രയും വിലക്കുറവിൽ ഇത്രയും ഇങ്ങനെ ഫീച്ചേഴ്സുള്ള ഫോണുകൾ ഇന്ന് ലഭ്യമാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.